continuously work on your skill, continuously improve your skill, definitely the future self will thank you. More responsible. That makes you more committed. That makes you more mature. And that makes you a qualified professional. ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ആളുകളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഒരേ ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. നമുക്കൊന്ന് പനി വന്നാൽ, കാലുവേദന വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ അവിടുത്തെ ട്രീറ്റ്മെന്റും അവിടുത്തെ ഡയഗ്നോസിസും കൊണ്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുന്നു. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലെ, ആ ബുദ്ധിമുട്ട് മാറുന്ന ഇടമാണ് ഹോസ്പിറ്റൽ. പലപ്പോഴും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ? ഹോസ്പിറ്റൽ നെഗറ്റീവ് എനർജി അല്ലെ. നിങ്ങൾ തന്നെ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് ആയി പോകും. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടീനെ ഉണ്ടാവുന്നത് ഹോസ്പിറ്റലിൽ നിന്നല്ലേ അല്ലെ. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റലിൽ നിന്നല്ലേ. ഒരു പനി വന്നാൽ അത് മാറുന്നത് ഹോസ്പിറ്റലിൽ നിന്നല്ലേ. കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു കണ്ണട വെച്ചാൽ നിങ്ങളുടെ കാഴ്ച കുറച്ചും കൂടെ നന്നാവും എന്ന് പറഞ്ഞ് എന്നെ സഹായിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ ഇസ് നോട്ട് നെവർ എ നെഗറ്റീവ് പ്ലേസ്. ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമുക്കൊക്കെ തോന്നുക, പക്ഷേ അതൊരു പോസിറ്റീവ് എനർജിയാണ്, അതൊരു പോസിറ്റീവ് പ്ലേസ് ആണ്. കാരണം യു ആർ ടച്ചിങ് ദ ലൈഫ്. ഒരുപാട് ആളുകളുടെ വേദനകളെ തീർക്കുന്ന ഇടമാണ്, ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ഇടമാണ്. അപ്പൊ അതിനൊരു പോസിറ്റീവ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നതെന്ന് അറിയോ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ചില മുഖങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. ഒരു ലാബിൽ പോയിട്ട് നമ്മൾ സൂചി നമ്മളിങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി കൈവച്ച് കൊടുത്താൽ ആ മുഖത്തും നോക്കില്ല, സംസാരിക്കില്ല, എന്തോ ഭയങ്കര ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ സൂചികൾ എടുക്കുക, കുത്തുക, നമുക്ക് വേദന, നമ്മളൊരു ജീവിയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ചിലപ്പോൾ ബ്ലഡ് എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടായിരിക്കാം ഇതൊരു നെഗറ്റീവായി മാറി വന്നത് അല്ലേ. എന്നിട്ട് ബ്ലഡ് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുക. അപ്പൊ നമ്മുടെ രോഗം എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണം. നമ്മളിങ്ങനെ പോയി ചോദിക്കും, എന്തായാലും നമ്മുടെ റിസൾട്ട് വന്നു, ആ റിസൾട്ട് വന്നില്ലേ, വന്ന് അറിയിക്കാം. ഈ ഒരു രീതിയിൽ അപ്രോച്ച് നമ്മൾ കൊടുക്കുന്ന ലാബ് ടെക്നീഷ്യൻസ് ഉള്ളത് കൊണ്ടാണ് അതൊരു നെഗറ്റീവ് ആവുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ എല്ലാ IP റൂമിന് മുമ്പിൽ ഒരാളുണ്ടാവും. അയാൾ ഭയങ്കര മസിലൊക്കെ പിടിച്ച് ഭയങ്കര ജാടി അടിച്ച്, ഞാനാണ് ഈ ഹോസ്പിറ്റലിന്റെ മുതലിൽ, ഉദയ് സാറിന് ഇല്ലാത്ത ജാടയിലൊക്കെ ചിലപ്പോൾ അവിടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇവരൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഒരു ജാടത്തിൻ്റെകൾ എന്നുള്ള രീതിയിലായിരിക്കും വരുന്ന പേഷ്യൻസ് കാണാം. അങ്ങനെയാണ് അതൊരു നെഗറ്റീവ് ആവുന്നത്. പിന്നെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി ഡോക്ടർ ആണെങ്കിൽ അതിന് വലിയ ചാടാം. ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഒരു ഹാപ്പി പ്ലേസ് അല്ലാതെയായി മാറും, ഒരു പോസിറ്റീവ് പ്ലേസ് അല്ലാതെ. നിങ്ങൾ ഇത്ര ആലോചിക്കണ്ടുള്ളൂ. ഹോസ്പിറ്റൽ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് മന്ത് എനിക്ക് റേഡിയസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു പുതിയ വരുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പേഷ്യൻസ് വിഷമങ്ങളുമായിട്ട് വരുന്നവരാ, വേദന കൊണ്ട് വരുന്നവരാ. നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ. എന്തായിരിക്കും ഇത്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ, അങ്ങനെ നമുക്ക് ഭയങ്കര ടെൻഷൻ, നമ്മൾ എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കാം. എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിന്റെ സിംറ്റംസ് ഒക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി, എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെയൊക്കെ ആകുമ്പോൾ അതിന്റെ സിംറ്റംസ് ഇത് അതന്നെ അസുഖം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ വിധി എഴുതും. ആ ഒരു വേദനയിൽ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതുപോലത്തെ പെരുമാറ്റം കൂടി ആവുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. വി വിൽ നെവർ ബി ഏബിൾ ടു ഫൈൻഡ് പീസ് ഓഫ് മൈൻഡ് വിസിറ്റിംഗ് എ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളിൽ വരുന്ന ഓരോ പേഷ്യന്റിലും നിങ്ങൾ നിങ്ങളെ കാണുക. നിങ്ങളിൽ വരുന്ന ഓരോ പേഷ്യന്റിലും നിങ്ങൾ നിങ്ങളുടെ അമ്മയെയോ അച്ഛനെയോ നിങ്ങളുടെ ഉമ്മയെയോ ഉപ്പയെയോ കാണുക. കാരണം വരുന്നവരൊക്കെ ഒന്നുകിൽ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഹസ്ബൻഡോ വൈഫോ ഈവൻ ലവറോ ഒക്കെ ആവാം അല്ലെ. ഈ ഒരു ഏജില് ആവില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല ഒരു ലവ് ഒന്നും ഇല്ല അല്ലെ, ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ വരുന്നവരിൽ അതിനാണ് നമ്മളൊരു എംപത്തറ്റിക് എന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിന്റെയും കോർ വാല്യൂസ് എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ അവിടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയാൽ, എംപതി എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എംപതി? എംപതി എന്ന് പറഞ്ഞാല് വേറൊരാൾക്കാരുടെ വിഷമം നമ്മളുടെ വിഷമം പോലെ നമ്മൾ മനസ്സിലാക്കുക. ബി ഇൻ സമ്മൺ എൽസ് ഷൂ. അപ്പൊ നാളെ മുതൽ ഡോക്ടർ പേഷ്യന്റ് നിങ്ങൾ ഷൂ തരും, ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് പറയരുത്. അതല്ല, അവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അവിടെ വരുന്നത് ഇപ്പൊ എന്നെ എങ്ങനെയാണോ സൂചി ഒരാൾ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ സൂചി വെക്കുക. നിങ്ങൾക്ക് വേദനയോടുകൂടി സൂചി വെക്കാൻ ഇഷ്ടമാണോ? ഇല്ലല്ലോ. ഭയങ്കര സോഫ്റ്റ് ആയി നല്ല രീതിയിൽ സംസാരിച്ച് ഒന്ന് സുഖിപ്പിച്ച് സമാധാനിപ്പിച്ച്, പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇത് വേഗം കഴിയൂട്ടോ, അസുഖമൊന്നും ഇല്ല കേട്ടോ എന്നുള്ള രീതി, ആ രീതിയിൽ നിങ്ങളോട് ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ബിഹേവ് ചെയ്താൽ സന്തോഷമാവില്ലേ? ഇതേ സന്തോഷമാണ് നിങ്ങളിൽ വരുന്ന രോഗിക്ക് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷന്റെ അപ്പുറം അതൊരു സർവീസ് ആണ്. രണ്ട് പ്രൊഫഷൻസിനെയാണ് നമ്മൾ അങ്ങനെ പറയാം. ഒന്ന് ടീച്ചിങ് പ്രൊഫഷനാണ്, മറ്റേത് ഹെൽത്ത് കെയർ പ്രൊഫഷനാണ്. ഈ രണ്ട് പ്രൊഫഷന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ആളുകളുടെ ലൈഫിനെ നമുക്ക് മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അവരുടെ നല്ല ഹാപ്പിനെസ്സോടുകൂടെ ഹെൽത്തോടുകൂടെ തിരിച്ചു വിടാനും നമുക്ക് പറ്റും. വേണമെങ്കിൽ അവരെ ഇല്ലാതാക്കിയിട്ട് വേണമെങ്കിൽ വളച്ചൊടിച്ച് വിടാനും പറ്റും. ഒരു സ്കൂളോ കോളേജോ ഒക്കെ ആകുമ്പോൾ നമ്മുടെ കുട്ടികളെ വേണ്ട രീതിയിൽ നമുക്ക് ഗൈഡ്
ചെയ്യാനും പറ്റും, അവരെ മിസ്ഗൈഡ് ചെയ്തിട്ട് അവരെ നശിപ്പിക്കാനും നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് പറ്റും. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്രൊഫഷൻസിലും ചിലപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ അത്ര കണ്ട് ഒരു പേയ്മെന്റ് കിട്ടാത്ത ഒരു പ്രൊഫഷനും കൂടിയാണ് ജനറലി സ്പീക്കിംഗ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 20,000 30,000 40,000 വാട്ടെവർ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ആണെങ്കിലും അതിന്റെ അപ്പുറത്താണ് നിങ്ങൾ കൊടുക്കുന്ന സർവീസസ്, അതിന്റെ അപ്പുറത്താവണം നിങ്ങൾ കൊടുക്കുന്ന സർവീസസ്. അതുകൊണ്ടാണ് ഈ സെക്ടറിനെ നമ്മളൊരു ഡിവൈൻ പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഒരു ദൈവികമായ ഒരു കാര്യത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സെക്കൻഡ് നിങ്ങൾ വിശ്വാസികളാണ്, ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങൾ വിശ്വാസികൾ തന്നെ ആയിരിക്കും. ഏത് വിശ്വാസവും ആളുകളെ സേവിക്കുന്നത്, ആളുകളെ സ്നേഹിക്കുന്നത്, ആളുകളെ കമ്പാഷനേറ്റ് ആയിട്ട് അവരോട് പെരുമാറുന്നതൊക്കെ പ്രൊമോട്ട് ചെയ്യാത്ത റിലീജിയൻ ഈ ലോകത്തില്ല. അപ്പൊ നിങ്ങൾ ഓരോ സെക്കൻഡിലും നിങ്ങളൊരു രോഗിനെ ആ ദയാവായ്പോടുകൂടെ, ആ സ്നേഹത്തോടെ, ആ കരുണയോടെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഒരു ചിരിച്ച മുഖമായിട്ട് അവരോട് നിങ്ങൾ പെരുമാറുമ്പോൾ, ഓരോ സെക്കൻഡിലും നിങ്ങളുടെ പേരിൽ പ്രതിഫലം ഇങ്ങനെ എഴുതപ്പെടുക. അപ്പൊ മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഈ നന്മയും തിന്മയും വെയിറ്റ് ചെയ്ത് നോക്കുന്ന പരിപാടി ഉണ്ട് അല്ലേ? എന്നിട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നൊക്കെ തീരുമാനിക്കും. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിസ്കരിച്ച പ്രേയേഴ്സ് ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നിരിക്കാം. നമ്മൾ ചിലപ്പോൾ നീയത്തൊക്കെ തെറ്റാം, അല്ലെ ചൊല്ലുന്നതൊക്കെ തെറ്റാം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ തൂക്കണം നമ്മുടെ ഈ ത്രാസില് ചിലപ്പോൾ നമ്മളന്ന് ചിരിച്ചതൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവും. അന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, കുറെ ചിരിച്ചാൽ മതിയല്ലേ എന്ന് അന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ആലോചിക്കുക. കാരണം നമ്മളൊരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഡിവൈൻ ഹാപ്പിനെസ് ആണ്, നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് ആണ്. അതിലേക്കുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും പിന്നെ മാത്രമല്ല ഈ ഒരു ജോബ്, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു എൻഗേജ്മെന്റ് മാത്രമല്ല, ഇതൊരു ദൈവത്തിന്റെ ടച്ച് ഉള്ള ഒരു പണിയാണ്. അപ്പം ആ ഒരു അർത്ഥത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നാളെ മുതൽ നിങ്ങൾ മാറ്റണം. യു ആർ നോ ലോങ്ങർ എ സ്റ്റുഡന്റ്, യു ആർ എ പ്രൊഫഷണൽ. നിങ്ങൾ കാരണം ഇനി മെഡിക്കൽ സിസ്റ്റത്തിന് ഒരു നെഗറ്റീവ് റിമാർക്സ് വരാൻ പാടില്ല. വരുന്ന ഓരോ പേഷ്യൻസും ഇതുപോലത്തെ ഒരു നഴ്സിന്, അല്ലെങ്കിൽ ഇതുപോലെ അവരെല്ലാവരും നഴ്സ് ആയിരിക്കും, സിസ്റ്റർ ആയിരിക്കും. കാരണം അവർക്ക് MLT പിന്നെ എന്താ പറയാ, എന്താണ് എനിക്ക് തന്നെ പറയാൻ കിട്ടില്ല, ഒപ്റ്റോമെട്രീഷ്യൻ ഒന്നും അവർക്ക് അറിയില്ല അല്ലെ. അപ്പൊ അവരെല്ലാവരും സിസ്റ്റർ എന്നോ നഴ്സ് എന്നാ പറയാം. ഇങ്ങനത്തെ ഒരാളെ ഞാൻ ഇതുവരെ വേറെ എവിടെ ഹോസ്പിറ്റലും കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണം. കാരണം അത് മതി നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ, അത് മതി നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടാൻ. ഏറ്റവും നല്ല അമൽ, ഏറ്റവും നല്ല പ്രവൃത്തി ഏതാന്ന് ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ, വേറൊരാൾക്കാരുടെ മനസ്സിൽ സന്തോഷം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ദിവസവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അപൂർവമായ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ യു ഷുഡ് ബി വെരി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ മേക്കിംഗ് യു എ പാരാമെഡിക്കൽ പ്രൊഫഷണൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ. കാരണം ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് പ്രതിഫലം. നേരെ തിരിച്ചുകൊണ്ട് കേട്ടോ, നമ്മൾ ശപിച്ചുകൊണ്ടായി സാധനങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ, ഭയങ്കര ജാടയിൽ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നേരെ തിരിച്ചുണ്ടാവും. പ്രതിഫലത്തിനൊക്കെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട് അല്ലെ, ശിക്ഷയുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ ഇതിന്റെ ഒരു പ്രൊഫഷന്റെ മഹത്വം മനസ്സിലാക്കി, നമ്മൾ കാരണം ഒരു രോഗിയും കഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ കാരണം ഒരു രോഗിക്കും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതിനെടുക്കേണ്ടത്. അപ്പൊ നാളെ നിങ്ങളൊരു പ്രൊഫഷണൽ ആവാൻ പോവുകയാണെന്ന് പറയുമ്പോഴേ, നമ്മളൊരു പ്രൊഫഷനിൽ 4 തരത്തിലുള്ള ആൾക്കാരെ പൊതുവെ കാണുക. 4 തരത്തിലുള്ള ആൾക്കാർ. ഒന്ന് കാക്കയാണ്. കാക്ക ഏത്? കാക്ക അറിയില്ല നമ്മളെ, പക്ഷി കാക്ക, മറ്റേ കാക്കയല്ല. 2 കുരങ്ങാണ്, 3 കഴുതയാണ്, 4 കുതിരയാണ്. ഏതൊക്കെയാ? കാക്ക, കുരങ്ങ്, കഴുത, കുതിര. നിങ്ങൾ ഏതാണ്? കുതിര. എന്നിട്ട് വേറെ ആൾക്കാരെടാ കുതിര എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കൂലേ? അയ്യോ കുതിര, ഒരാറിയോ കാക്ക. കാക്കന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കാക്കയ്ക്ക് ഇത് ഈ 4 ഡിവിഷൻ വരുന്നത് നമ്മുടെ 2 എലമെന്റ്സ് വെച്ചിട്ടാണ്. അതായത് ഒന്ന് നമ്മുടെ സ്കിൽ എന്ന് പറയും, മറ്റേത് നമ്മുടെ വില്ല് എന്ന് പറയും. സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവ്. വില്ല് എന്ന് പറഞ്ഞാലോ ആഗ്രഹം. വില്ലെന്ന് പറഞ്ഞാല് ആഗ്രഹം. നമുക്ക് കുറെ കഴിവുണ്ടായിട്ട് കാര്യമില്ല, ആ കഴിവ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം വേണം. നമ്മുടെ കാക്ക ഈ ഒരു കാറ്റഗറി സ്കില്ലും വില്ലും വെച്ച് നോക്കുമ്പോ കാക്കന്റെ അവസ്ഥ എന്താ? സ്കില്ലുണ്ടോ? ഉണ്ട്. വില്ലുണ്ടോ? സ്കില്ലും വില്ലും ഇല്ല കാക്കക്ക്. കാരണം ബാക്കി എല്ലാ പക്ഷികളും ലോകത്തെ ഭക്ഷണം തേടി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ദൂര സ്ഥലങ്ങളിലേക്ക് പോകും, ഫ്രഷ് ആയിട്ടുള്ള ധാന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടിട്ട് പോകും. കാക്ക
കാക്ക ഇതുവരെ അങ്ങനെ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാക്ക എപ്പോഴും ഇരിക്കുന്ന നമ്മുടെ വാർഡിന്റെ ഇലയിലും എപ്പോഴും ഇരിക്കുന്ന കിണറിന്റെ ആ പടവിലും അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അതിനൊരു സ്കില്ലൊന്നും വേണ്ട, പറക്കാനേ സ്കില്ലൊക്കെ വേണ്ടുള്ളൂ. അത് എന്നിട്ട് നമ്മുടെ വീടിന്റെ മുമ്പ് നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ചീഞ്ഞളിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തലേ ദിവസം ഒരു പൂച്ച പിടിച്ചിട്ട് ബാക്കി വെച്ച എലി ഉണ്ടെങ്കിൽ, അല്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചീഞ്ഞളിഞ്ഞ സാധനം നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ അതൊക്കെ വന്നെടുത്ത് തിന്നോളുക, തിരിച്ച് അവിടേക്ക് തന്നെ പോവുക, അവിടെ നിന്ന് ഇങ്ങനെ കുറയ്ക്കുക, പിറ്റേന്ന് മോർണിംഗിൽ വീണ്ടും അത് തന്നെ വരും അല്ലേ? സ്കില്ലും ഇല്ല, വില്ലും ഇല്ല. സ്കില്ലും വില്ലും ഇല്ലാത്ത എംപ്ലോയീസിനെ നമുക്ക് ഓർഗനൈസേഷനിൽ കാണാൻ പറ്റും. സ്കില്ലും ഉണ്ടാവില്ല, വില്ലും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇതോടെ പഠിക്കുന്നതുകൊണ്ട് സ്കില്ല് എന്തായാലും ഉണ്ടാവും. ഇനി വില്ലിന്റെ ഭാഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? നാളെ മുതൽ നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊരങ്ങന്റെ പ്രത്യേകത എന്താ? സ്കില്ലും വില്ലിലും. ബാക്കത്തെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അയ്യോ ഓക്കെ, ഹായ് പറയോ? ഓർക്കെ സൗണ്ടില്. ആ വെരി ഗുഡ്, സൗണ്ട് ഉണ്ട്. കൊരങ്ങന്റെ പ്രത്യേകത എന്താ? സ്കില്ലും വില്ലിലും. സ്കില്ലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കും, ഇല്ല എന്ന് പറഞ്ഞാലും കൊടുക്കൂല. ഏതാ അതിലെ സ്കില്ലുണ്ടോ? ഇല്ല. വില്ലുണ്ടോ? ഉണ്ട്. കൊരങ്ങനെ സ്കില്ലൊന്നും കാര്യമായിട്ടില്ല, പക്ഷെ ഭയങ്കര വില്ല. നമ്മൾ വയനാടൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ വയനാട്ടിലാണ്. അപ്പൊ വയനാട്ടിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടൊക്കെ വാങ്ങിയിട്ട് കാര്യമായിട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് കാണൂല. ആരെടുത്ത് പോയിട്ടുണ്ടാവും. അത്രയും ആക്റ്റീവാണ്, ഭയങ്കര വില്ല. ഒരു മരച്ചില്ലിൽ നിന്ന് മറ്റൊരു മരച്ചില്ലിലേക്ക് ഇങ്ങനെ ചാടുക, വെറുതെ നടന്നുകൊണ്ടിരിക്കുന്ന കുരങ്ങനെ പോയിട്ട് മാന്തപ്പിച്ചുക, ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ്. ഭയങ്കര വില്ല, ഭയങ്കര ആഗ്രഹം ചെയ്യാൻ, പക്ഷെ കാര്യമായിട്ട് സ്കില്ലൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ നമുക്ക് ഓർഗനൈസേഷനിൽ കാണാം. അവർ ഇന്റർവ്യൂ ബോർഡിൽ തന്നെ വന്നിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ കമ്പനിയിൽ വരിക. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരിങ്ങനെ വെറുതെ അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക, അവിടെ തുടക്കം ഇവിടെ എല്ലായിടത്തും നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഇയാൾ ഭയങ്കര സംഭവമാണ് ഓർഗനൈസേഷന്റെ. പക്ഷെ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങൾക്ക് ഓർഗനൈസേഷനിൽ കാണാം. മൂന്നാമത്തെ ആൾക്കാർ കഴുതയാണ്. കഴുത എന്താ കഴുതന്റെ പ്രത്യേകത? സ്കില്ലുണ്ടോ? ഇല്ല. വില്ലുണ്ട്. വില്ലുമില്ല, സ്കില്ലുണ്ട്. എന്താ സ്കില്ല് കഴുതന്റെ? വെരി ഗുഡ്. കഴുതന്റെ സ്കിൽ എന്താന്ന് വെച്ചാൽ വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി. വൺ ഓഫ് ദി മോസ്റ്റ് വെയിറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ആനിമൽ ആണ് കഴുത. പക്ഷെ മൂപ്പർക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു വില്ലുമില്ല. കുഴിമടിയനാണെന്ന് നമ്മൾ പൊതുവെ കഴുതല്ലേ. കഴുതനെ പറ്റി വായിച്ച കഥകളിലൊക്കെ കഴുതയെ കുഴിമടിയനായിട്ടല്ലേ ട്രീറ്റ് ചെയ്തിരിക്കുന്ന. ഭയങ്കര മടിയനാ ചങ്ങാതി, പക്ഷെ ആൾക്ക് ഭയങ്കര സ്കില്ല ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ബിയറിംഗ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും നമ്മൾ ഓർഗനൈസേഷൻ. ഭയങ്കര കഴിവൊക്കെ ആയിരിക്കും, പക്ഷെ മടിയുടെ അങ്ങേയറ്റായിരിക്കും. ഒരു കാര്യം ചെയ്യാനും അവർ തയ്യാറാവില്ല. പിന്നെ നാലാമത്തെ കുതിരകളാണ്. ഈ കുതിരകളുടെ പ്രത്യേകത അവർ നല്ല സ്കില്ലും ഉണ്ട്, നല്ല വില്ലുണ്ട്. ഏതുപോലെ ITസിലെ കുട്ടികളെ പോലെ ഭയങ്കര സ്കില്ലുള്ള, ഭയങ്കര വില്ലുള്ള കുട്ടികളാണ് നമ്മുടെ കുതിരകൾ. അപ്പോ ഇനി മുതൽ ആരെങ്കിലും നിങ്ങളൊരു കുതിരയാന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കണ്ട, താങ്ക് യു എന്ന് പറഞ്ഞാൽ തിരിച്ച്. ആരെങ്കിലും കുതിരയെന്ന് വിളിച്ചാല് താങ്ക് യു സോ മച്ച് ഫോർ ദി നൈസ് കോംപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസം പറഞ്ഞോളൂ ഞാനൊരു കുതിരയാണ്. അപ്പൊ നിങ്ങൾ ഇനി നാളെ മുതൽ വർക്ക് പ്ലേസിൽ എത്തുമ്പോ ഇവിടെ നമ്മള് ഈ ഒരു ഓർഗനൈസേഷനിൽ എത്തുമ്പോ നമ്മള് ഏറ്റവും കൂടുതൽ അവിടെ കാണുന്ന ഏത് ടൈപ്പ് ആൾക്കാരെന്നറിയാം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ആരെയാ സമീപിക്കാന്നറിയാം? നിങ്ങളൊരു ഓർഗനൈസേഷനിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ കാക്കന്റെ അടുത്ത് പോവോ, കുരങ്ങന്റെ അടുത്ത് പോവോ, കഴുതന്റെ അടുത്ത് പോവോ, കുതിരന്റെ അടുത്ത് പോവോ? മക്കളെ, കുതിര നിങ്ങൾക്ക് കിട്ടൂല. ഭയങ്കര ആക്റ്റീവാ, ഭയങ്കര സ്കില്ലുമാണ്, ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര വില്ലുമാണ്. ഒരു മീറ്റിംഗ്, അത് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് ഇല്ല, ഒരു പണി, അടുപണി കഴിഞ്ഞ് സ്വന്തം പണി കഴിഞ്ഞ് വേറെ പണി, അങ്ങനെ ഫുള്ളും നിങ്ങൾക്ക് ഒരിക്കലും കാണാനേ കിട്ടൂല. നിങ്ങൾ ആരുടെ പോവാ? കാക്കന്റെ അടുത്ത് പോവോ? കാക്കന്റെ അടുത്ത് പോവില്ല. കാരണം കാക്കകൾ ഓർഗനൈസേഷൻ ഉണ്ടാവല് വളരെ അപൂർവമാണ്. കാരണം സ്കില്ലും വില്ലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർവ്യൂ എങ്കിലും ക്വാളിഫൈഡ് ആവണ്ടേ. അപ്പൊ കാക്കകൾ പൊതുവെ നമ്മൾ ഓർഗനൈസേഷനിൽ കാണൂല. ഇനിയിപ്പോ അങ്ങനത്തെ കാക്കകൾ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ കാക്കകളായിരിക്കണം. അല്ലെങ്കിൽ കാക്കകൾ അപ്പൊ ITസിലെ കാക്കകൾ ഉണ്ടാവില്ല. റൈറ്റ്. പിന്നെ അപ്പൊ നിങ്ങൾക്ക് പൊതുവെ കാണാൻ സാധ്യതയുള്ള ആള് നമ്മുടെ കഴുതയാണ്. കാരണം കഴുതക്ക് കഴിവുണ്ട്, മടി പിടിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. കുറ്റം പറയാ, ഓർഗനൈസേഷനെ കുറ്റം പറയാ, മാനേജ്മെന്റിനെ കുറ്റം പറയാ. എന്താ അവരിങ്ങനെ ഫുള്ള്, കാരണം ഒരു വേറെ പണിയൊന്നുമില്ല, ആൾക്കാകെ എല്ലാത്തിനും മടിയാണ്. അപ്പൊ മടിയായതുകൊണ്ട് തന്നെ ഫുള്ള് എക്സ്ക്യൂസ്
എക്സ്ക്യൂസ് കണ്ടെത്തുക. എന്തിനാ നമ്മളിങ്ങനെ അധ്വാനിക്കുന്നത്, നമ്മൾ എന്തിനാ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമ്മൾ സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നമ്മൾ ഫീസ് കൊടുത്തിട്ടല്ലേ, അപ്പൊ നമ്മൾ കൊണ്ട് ഇതിന് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു തരത്തിലായിരിക്കും കഴുതകൾ നിങ്ങളോട് പറയും. നിങ്ങളുടെ ഉള്ളിൽ കഴുതകൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം, മൈ ഡിയർ പ്രിയപ്പെട്ട കഴുതേ, ഞാൻ നിങ്ങളുടെ വലയിൽ അകപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു കുതിരയാവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഞാനൊരു കുതിരയാണെന്ന് പറഞ്ഞിട്ട് പോകണം. ഓൾറൈറ്റ്, ഇത് നിങ്ങളുടെ ഒരു തമാശയല്ല. ഈ ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും നിങ്ങളെ വഴി പിഴപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓർഗനൈസേഷനെതിരെ നിങ്ങളോട് എക്സ്ക്യൂസസ് പറയാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ താല്പര്യം കെടുത്താൻ വേണ്ടിയിട്ട് കുറെ കഴുതകൾ ഉണ്ടാവും. ഒരിക്കലും കഴുതകൾ അനുസരിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ഹാപ്പി ആവണമെങ്കിൽ പൊതുവെ പറയാറ്, ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി യു ഹാവ് ടു ബി ഹാപ്പി അറ്റ് ദി വർക്ക് പ്ലേസ് എന്നാ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് പ്ലേസിലാണ്. റൈറ്റ്, വീട്ടിൽ പോയാൽ നമ്മൾ 7-8 hours നമ്മൾ ഉറക്കാണ് അല്ലേ. നമ്മൾ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കണം, നമുക്ക് ക്ലീൻ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് കുറെ റീൽസ് കാണണം. അപ്പൊ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് മെജോറിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിലാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ യു വിൽ ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ യുവർ വർക്ക് പ്ലേസ് യു ആർ നോട്ട് ഹാപ്പി ഇൻ യുവർ ലൈഫ്. കാരണം നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്, നിങ്ങൾക്കറിയാം നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കൂടും, നമുക്ക് പ്രഷർ വരും, നമ്മുടെ ഷുഗർ കൂടും, ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂടും, പിന്നെ അറ്റാക്ക് ഒക്കെ വന്നിട്ട് നമ്മൾ അങ്ങനെ മരിച്ചു പോകും. സ്റ്റേ പോസിറ്റീവ് ഓൾ ദി ടൈം. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ, ഒരു കാര്യമില്ല 2 കാര്യം, സോറി, നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ 4 സ്റ്റേജസിലൂടെ നിങ്ങൾ പോകും. 4 സ്റ്റേജസിലൂടെ. ഒന്നാമത്തെ സ്റ്റേജിന്റെ പേര് സ്റ്റേജ് ഓഫ് സ്ട്രഗിൾ. സ്ട്രഗിൾ എന്താ സ്ട്രഗിൾ എന്ന് പറഞ്ഞാല്, ആദ്യമായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, ഒരു സൂചി എങ്ങനെ പിടിക്കണമെന്ന് അറിയില്ല, ഇത് എവിടെ പിടിച്ച് കയറ്റണമെന്ന് അറിയില്ല, അല്ലെ, എങ്ങനെ വലിക്കണം എന്നറിയില്ല. ഈ സിറിഞ്ച് ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ചില ആൾക്കാരൊക്കെ ഒരു കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് കാണുമ്പോൾ ഓ മൈ ഗോഡ്, അസാധ്യ കഴിവുള്ള ആൾക്കാരെന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഇനീഷ്യലി നമുക്കൊരു സ്ട്രഗിൾ ആയിരിക്കും അല്ലെ. നിങ്ങൾ തുടങ്ങിയോ, സൂചി വെക്കാനൊക്കെ തുടങ്ങി, എംഎൽറ്റിക്കാർ തുടങ്ങി. ഓക്കെ, ഒന്ന് എക്സ്പെർട്ട് ആയതിനു ശേഷം എന്നോട് പറയും, എന്നാ ഞാൻ വരാം അല്ലെ. അപ്പൊ സ്ട്രഗിൾ സ്റ്റേജ് കഴിഞ്ഞ പിന്നെ നമ്മൾ പോകുന്ന സ്റ്റേജ് സ്റ്റെബിലിറ്റി സ്റ്റേജ് ആണ്. എന്താണ് സ്റ്റെബിലിറ്റി സ്റ്റേജ്. സ്റ്റെബിലിറ്റി സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഓക്കെ മാനേജ് ചെയ്യാം, നമുക്കൊക്കെ ഒന്ന് പഠിച്ചു. അപ്പൊ ചില ആൾക്കാരുടെ പ്രശ്നം ഈ സ്ട്രഗിളിംഗ് സ്റ്റേജിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോ അവർ നിർത്തിപ്പോയി കളയും. ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്, നടക്കൂല, ഇതൊന്നും എന്നെ കൊണ്ട് പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഷ്യന്റ് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞതായിരിക്കും, അതോടുകൂടെ നമ്മൾ മടുത്ത് നിർത്തിപ്പോകും സ്ട്രഗിളിംഗ് സ്റ്റേജിൽ. അപ്പൊ സ്ട്രഗിളിംഗ് സ്റ്റേജിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സ്റ്റെബിലിറ്റി സ്റ്റേജിലേക്ക് വരുള്ളൂ. സ്റ്റെബിലിറ്റി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ പ്രശ്നം, നമ്മൾ അത്യാവശ്യം എല്ലാത്തിനും തികഞ്ഞവരായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫർദർ ഇംപ്രൂവ് ചെയ്യുന്നത്, പിന്നെ ഗ്രോ ചെയ്യുന്നത്, നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യും, വിലയിരുത്താൻ തുടങ്ങും. അങ്ങനത്തെ ആൾക്കാർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകില്ല. നെക്സ്റ്റ് സ്റ്റേജിന്റെ പേര് സക്സസ് സ്റ്റേജ് എന്നാണ്. സക്സസ് സ്റ്റേജ്. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ യു ഹാവ് ടു കണ്ടിന്യൂസ്ലി ലേൺ. നിങ്ങൾ ഇവിടെ വരുന്ന ദിവസം, നിങ്ങൾ രാവിലെ ഇവിടെ വരുന്ന നിങ്ങൾ ആവരുത് വൈകുന്നേരം ഇവിടുന്ന് പോകുന്ന നിങ്ങൾ. റിമെമ്പർ ദിസ്. ഒരു ജോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനറലി ഇറ്റ്സ് ബിലീവ്ഡ് ദാറ്റ് യുവർ ഫസ്റ്റ് ജോബ് ഈസ് നോട്ട് യുവർ ലാസ്റ്റ് ജോബ് ആൻഡ് യുവർ ഫസ്റ്റ് സാലറി ഈസ് നോട്ട് യുവർ ലാസ്റ്റിംഗ് സാലറി. നിങ്ങൾ ആദ്യമായിട്ട് കയറിയ ജോബ് ആയിരിക്കില്ല നിങ്ങളുടെ എന്നത്തെയും ജോബ്. എപ്പോ നമ്മൾ അവിടുന്ന് വർക്ക് ചെയ്താൽ, നമ്മൾ അവിടുന്ന് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്താൽ പഠനം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. അതാണ് സക്സസ് സ്റ്റേജിന്റെ പ്രത്യേകത. ആൻഡ് നമ്മളത് പഠനം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന സാലറി തന്നെയായിരിക്കും നിങ്ങൾ മരിച്ചു പിരിയുന്നവർ. അതൊന്നും വേണ്ടല്ലോ. നല്ല സാലറിയിലൊക്കെ വർക്ക് ചെയ്യണ്ടേ? നല്ല സാലറിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് യുവർ സ്കിൽസ്. നിങ്ങൾ ഏത് ഡൊമൈനിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡൊമൈനിൽ നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിലേക്ക് പോകും. സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാത്രമല്ല സക്സസ്ഫുൾ ആക്കുന്നത്, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ, നിങ്ങളുടെ ഫാമിലിനെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിനെ ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര് ഹന്നനൊക്കെ കണ്ടു പഠിക്കുന്നൊക്കെ ചില ആൾക്കാർ പാരന്റ്സ് പറയാൻ തുടങ്ങി. പേരെന്താ? റഫ്ന. മൈ വൈഫ്സ് നെയിം ഇസ് ഓൾസോ റഫ്ന. അപ്പൊ റഫ്ന ഏതായാലും നല്ലതാണ്. അപ്പൊ റഫ്നൊക്കെ കണ്ടു പഠിക്കുന്ന രീതിയിൽ പാരന്റ്സ് പറയണമെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിലേക്ക് എത്തണം. പക്ഷെ ഇത് സിഗ്നിഫിക്കൻറ്റ് സ്റ്റേജിലേക്ക് നമുക്ക് നേരിട്ട് എത്താൻ പറ്റില്ല. ഏതുപോലെ എന്നറിയോ, ഒരു കുട്ടി, എനിക്ക് ഒരു 1.5 വയസ്സുള്ള ഒരു മോനുണ്ട്, അവനിങ്ങനെ പതിയെ നടക്കാനൊക്കെ പഠിച്ചു വരാണ്. ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എണീക്കും. അതൊരു സ്ട്രഗ്ലിംഗ് ആണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ആദ്യമേ ചാടാൻ പഠിച്ചതാണോ? അല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പിടിക്കാനും ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കാനൊന്നും റെഡിയല്ല, എനിക്ക് നേരെ ചാടണം എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല. അപ്പൊ സ്ട്രഗിൾ
സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഇല്ലാതെ നമുക്ക് സക്സസിലേക്കും സ്റ്റെബിലിറ്റിയിലേക്കും സിഗ്നിഫിക്കൻസിലേക്കും എത്തൂല. നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സ്ട്രഗിൾസ് ഉണ്ടാവും. ആ സ്ട്രഗിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഫൈറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഫൈറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റോട് കൂടെ മുന്നോട്ട് പോവുക. നിങ്ങൾ സ്റ്റേബിൾ ആവും, പിന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആവും, പിന്നെ നിങ്ങൾ സിഗ്നിഫിക്കന്റ് ആവും. ഞാൻ സിഗ്നിഫിക്കന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്കൊക്കെ സിഗ്നിഫിക്കന്റ് ആവാൻ പറ്റുമോ അല്ലേ? വേറെ ആൾക്കാർക്കൊക്കെ മാതൃക പറ്റുമോ? നമുക്ക് പറ്റുമോ? നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ മാതൃക ആവുക എന്നൊക്കെ പറയുന്നത് വേറെ ആർക്കൊക്കെയോ പറ്റിയതാണ്. നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെയാണ് റോൾ മോഡൽസ് ആവുന്നത്. ജെനിൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു വനിത, അവരുടെ ഒരു ആഗ്രഹം ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുക എന്നുള്ള. സ്കീയിങ് അറിയോ? സ്കീയിങ്, ഐസ് സ്കീയിങ് ഇല്ലേ? ആ ഐറ്റമിൽ ഒളിമ്പിക്സിൽ. Are you with me everyone? Are you with me? Hi. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഉച്ചക്ക് എന്താ കഴിച്ചേ? ചോറ്. ഇപ്പൊ വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ എന്ന് പറയരുത് കേട്ടോ. എനിക്ക് പറയോ? ആ, വെരി ഗുഡ്. അപ്പോ ജെനിൻ ഷെപ്പേർഡ് ഒളിമ്പിക്സിൽ സ്കീയിങ്ങിൽ ഗോൾഡ് മെഡൽ നേടുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അങ്ങനെ ഒരു ദിവസം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ സിഡ്നി എന്ന് പറയുന്ന സ്ഥലത്ത് അവര് സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു ട്രക്ക് വന്നിട്ട് അവരെ ഇടിച്ചിട്ടു. ട്രക്ക് വന്ന് ഇടിച്ചിട്ടിട്ട് അവരുടെ ശരീരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ എല്ലുകളും പൊട്ടി നുറുങ്ങി. അവരുടെ നമ്മളിവിടുത്തെ പോലെയല്ല, കാണുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അവിടുത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ജെനിൻ ഷെപ്പേർഡിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവരെല്ലാം മരിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ് ലാസ്റ്റ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് അവരുടെ ശരീരത്തിൽ പൾസ് ബാക്കിയുണ്ട്. അപ്പൊ ആരെങ്കിലും മരിച്ചെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കരുത്, പൾസ് ഉണ്ടോ എന്നൊന്നും കൂടെ ഒന്ന് നോക്കണം. അങ്ങനെ ജെനിൻ ഷെപ്പേർഡിനെ ആരോ നോക്കിയതിന്റെ ഫലമായിട്ട് ജെനിൻ ഷെപ്പേർഡിന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റി. പക്ഷെ അവർക്ക് ഒരിക്കലും എഴുന്നേറ്റ് നിന്ന് നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവര് പാരന്റ്സിനോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ജെനിൻ ഷെപ്പേർഡിനോടും പറഞ്ഞു, മോൾക്കിനി ഒരിക്കലും സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ പറ്റൂല. എന്നാലും ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. പക്ഷെ ജെനിൻ ഷെപ്പേർഡിന്റെ ചെറുപ്പകാലം മുതൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിലായിരുന്നു അവരുടെ ജീവിതകാലം മുഴുവൻ. 22-ാം വയസ്സിലാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അങ്ങനെ ജെനിൻ ഷെപ്പേർഡിനെ അവർ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ വീൽ ചെയറിലാണ്. വീൽ ചെയറിൽ നിന്ന് മാത്രമല്ല, അവർക്ക് മറ്റേ കത്തീറ്റർ ഇല്ലേ, യൂറിൻ പോകാൻ വേണ്ടിയിട്ട് യൂറിനറി ബാഗ് എപ്പോഴും അവരുടെ ശരീരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം സ്വന്തമായിട്ട് യൂറിൻ പാസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും ബോഡിക്ക് നഷ്ടപ്പെട്ടിരുന്നു ബിക്കോസ് ഓഫ് ദി ആക്സിഡന്റ്. അങ്ങനെ അവർ വീൽ ചെയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും അവരുടെ കൂടെ ഇങ്ങനെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും, കാരണം അവർ ഡിപ്രസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ജെനിൻ ഷെപ്പേർഡ് ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കറേജിയസ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ അവരിങ്ങനെ വെറുതെ വീൽ ചെയറിൽ ഇങ്ങനെ ഉരുട്ടി പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന ഇടയ്ക്ക് അവരെ മേലെ കൂടെ ഒരു എയർപ്ലെയിൻ പറന്നു പോകുന്നത് കണ്ടു. എയർപ്ലെയിൻ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ജെനിൻ ഷെപ്പേർഡിന്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, അല്ലെങ്കിൽ ഒരു ചിന്ത വന്നു, എനിക്ക് നടക്കാനേ പറ്റാത്തുള്ളൂ പക്ഷെ എനിക്ക് പറക്കാൻ കഴിയുമല്ലോ എന്ന്. ഉടനെ തന്നെ അവർ സിഡ്നി ഫ്ലൈയിങ് ക്ലബിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജെനിൻ ഷെപ്പേർഡ് ആണ്, എനിക്ക് പറത്തണം എന്ന് പറഞ്ഞു, ഫ്ലൈറ്റ് പറത്തണം എന്ന് പറഞ്ഞു. കാരണം അവിടേക്ക് നമുക്ക് പോയിട്ട് കുറച്ച് നേരത്തേക്ക് ഫ്ലൈറ്റ് പറത്താൻ അവർ സഹായിക്കും. നിങ്ങളൊക്കെ പോവുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് പറത്താൻ പോകുന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഫ്ലൈയിങ് ക്ലബ്സ് ഉണ്ടാവും, ഫ്ലൈയിങ് അക്കാഡമീസ്. പോവുക, പേ ചെയ്യുക, യു ക്യാൻ ഫ്ലൈ ദ ഫ്ലൈറ്റ്. ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ പിന്നെ ഒരു എന്താ പറയുക, എന്നെ പറ്റി പൊക്കി പറയാൻ വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ ജെനിൻ ഷെപ്പേർഡ് അങ്ങനെ വിളിച്ചു. അങ്ങനെ അവിടെ പോയപ്പോൾ ആള് പിന്നെ ഈ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ തമ്മിൽ ആകെ അത്ഭുതപ്പെട്ടു. കാരണം ഒരാൾ ഇപ്പുറത്ത് പിടിക്കുന്നു, വേറെ യൂറിനറി പൈപ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു, വീൽ ചെയർന്ന് ഒരാൾ ഇങ്ങനെ കയറി വരിക ഫ്ലൈറ്റ് പറത്താൻ വേണ്ടിയിട്ട്. ഇൻസ്ട്രക്ടേഴ്സും കൂടെ തമ്മിൽ തല്ലായി, ഞാൻ പറത്തൂല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരാൾ റെഡിയായി. അങ്ങനെ അവരെ ഫ്ലൈറ്റിലേക്ക് ഇടിച്ച് വെച്ചിരുത്തി. അങ്ങനെ അവർ ഫ്ലൈറ്റ് പറത്തി. അവര് സിഡ്നിയിലെ ബ്ലൂ മൗണ്ടെയിൻ എന്ന് പറയുന്ന മൗണ്ടെയിന്റെ അടുത്തായിരുന്നു അവരെ ആക്സിഡന്റ് ആയത്. അതിന്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ പറത്തുമ്പോൾ പൈലറ്റ് ചോദിച്ചു, കൂടെയുള്ള പൈലറ്റ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹം ചോദിച്ചു. അവർ എസ് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവർ സ്വന്തമായിട്ട് കുറച്ചു നേരം കൺട്രോൾ ചെയ്തപ്പോൾ അവർ മനസ്സിലൊരു സാധനം പറഞ്ഞു, എന്റെ സ്വപ്നങ്ങൾ തകർത്ത അതേ ബ്ലൂ മൗണ്ടെയിൻസ് എനിക്ക് പുതിയ സ്വപ്നങ്ങൾ തന്നിരിക്കുകയാണ്. അവർ വീട്ടിലേക്ക് പോയപ്പോൾ അവർ ഹാപ്പി ആയില്ല. അവർ പറഞ്ഞു, ഞാൻ കുറഞ്ഞ നേരം പറത്തിയിട്ടുള്ളൂ, എനിക്കിത് മതിയാവില്ല, എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പൈലറ്റ് ആവണം. അങ്ങനെ അവർ ഫ്ലൈയിങ് ക്ലബിലേക്ക് വീണ്ടും വിളിച്ചു. അവർ കുറെ പറഞ്ഞു, മോളെ നിങ്ങൾക്ക് പറ്റൂല, സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫ്ലൈറ്റ് പറത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജെനിൻ ഷെപ്പേർഡ് ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ എണീറ്റ് നിൽക്കാനുള്ള ഒരു ശ്രമത്തിൽ ഞാൻ ഇനി എന്റെ ലൈഫ് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അവർ രണ്ട് ഭാഗത്തും ആൾക്കാർ പിടിച്ചിരുന്ന അമ്മനോട് പറഞ്ഞു, അമ്മ ഇനി മുതൽ എന്നെ പിടിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മാറിയിരുന്നു. അപ്പൊ അച്ഛൻ മാത്രം പിടിച്ചവരിങ്ങനെ സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ നിങ്ങളും ഇനി എന്നെ പിടിക്കാൻ പറ്റരുത്, ഞാൻ ഒറ്റക്ക് നടക്കാൻ തുടങ്ങി. അവരങ്ങനെ ചുമരുകളൊക്കെ ഇങ്ങനെ പിടിച്ച്, സ്റ്റെയർ കേസസ് ഒക്കെ ഇങ്ങനെ പിടിച്ച് സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. പതിയെ അവർ സ്വന്തം നിലയിൽ അവർ നടക്കാൻ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊക്കെ ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന നമ്മുടെ നടക്കാനുള്ള കഴിവൊക്കെ അല്ലെ, നമ്മുടെ കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, നമുക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാനുള്ള കഴിവൊക്കെ നമുക്കൊരു അത്ഭുതമായി തോന്നുന്നു.
തോന്നാത്ത എന്തുകൊണ്ടാണ്? നമുക്കത് നഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി ഷുഡ് ബി ഓൾവേസ് താങ്ക്ഫുൾ ടു ഗോഡ്. കാരണം ഏത് നിമിഷവും ഏത് സെക്കൻഡിലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാവുന്ന കഴിവുകളാണ് ഇതൊക്കെ. നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ല, റൈറ്റ്? ഏത് നിമിഷം വേണമെങ്കിലും പഠിച്ചവനെ തിരിച്ചെടുക്കാം. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലെ ജെനിൻ ഷെപ്പേർഡ് പക്ഷെ പതിയെ സ്ട്രഗിൾ എടുത്തിട്ട് അവർ സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. അവർ ഫ്ലൈയിങ് ക്ലബിലേക്ക് പോയി. ആൻഡ് ഷീ ബിക്കെയിം എ പ്രൈവറ്റ് ലൈസൻസ് ഉള്ള ഒരു പൈലറ്റായി. ഓക്കെ, പ്രൈവറ്റ് ലൈസൻസ് ഉള്ള പൈലറ്റായി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലൈറ്റ് വാടക എടുത്തിട്ട് നമുക്കിങ്ങനെ പറത്താം. അങ്ങനെ അവരുടെ ഫ്രണ്ട്സിനെ ഒരു ഫ്ലൈറ്റ് വാടക എടുത്തിട്ട് അവരുടെ ഫ്രണ്ട്സിനെ കൂടെ അവർ പറക്കാൻ പോയി. എന്നിട്ട് അവരുടെ ആഗ്രഹം അവിടെ തീർന്നില്ല. അവർ പറഞ്ഞു, എനിക്കൊരു പാസഞ്ചേഴ്സിനെ വഹിച്ചു കൊണ്ടുപോകുന്ന കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവണം. അങ്ങനെ അവർ വീണ്ടും ട്രെയിനിങ്ങിന് പോയി. ഷീ ബിക്കെയിം എ കൊമേഴ്ഷ്യൽ പൈലറ്റ്. കുറേ കാലം ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ആഗ്രഹം വീണ്ടും വരികയാണ്. എനിക്ക് ഇങ്ങനെ നേരെ പറഞ്ഞിട്ട് ഒരു രസം കിട്ടുന്നില്ല, എനിക്കിങ്ങനെ ഉരുണ്ട് മറിഞ്ഞൊക്കെ. നമ്മൾ കാണാറില്ലേ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും UAE നാഷണൽ ഡേ സെലിബ്രേഷൻ ഒക്കെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നൊക്കെ കാണാറില്ലേ? അങ്ങനെ പോകുന്ന എയറോബാറ്റിക് പൈലറ്റ് എന്ന് പറയും. എനിക്കൊരു എയറോബാറ്റിക് പൈലറ്റ് ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ എയറോബാറ്റിക് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ട്രെയിനിങ്ങിന് പോയി, കോച്ചിങ്ങിന് പോയി. അവർ എയറോബാറ്റിക് പൈലറ്റായി. ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞൊക്കെ ഫ്ലൈറ്റ് ഒരു ജെനിൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ധീര വനിത, ഒരു ലേഡി, അതൊക്കെ സ്വന്തമായിട്ട് ഒരു എയറോബാറ്റിക് പൈലറ്റായി. അതിനുശേഷം അവരുടെ ആഗ്രഹം എന്താ? ഇവരുടെ ആഗ്രഹം തീരുന്നില്ല. അവരുടെ ആഗ്രഹം, എനിക്ക് ഒരു ഇൻസ്ട്രക്ടർ ആവണം, എയറോബാറ്റിക് പൈലറ്റ് ഇൻസ്ട്രക്ടർ. അതായത് എയറോബാറ്റിക് ഫ്ലൈയിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന ഉസ്താദ് ആവണം. അങ്ങനെ അവര് എയറോബാറ്റിക് പൈലറ്റ് ഇൻസ്ട്രക്ടർ ആയി. എന്നിട്ട് ഞാൻ ഈ ജെനിൻ ഷെപ്പേർഡിന്റെ കഥ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിനാണ്. ജെനിൻ ഷെപ്പേർഡ് പറഞ്ഞു, യു ആർ സ്ട്രോങ്ങർ ദാൻ വാട്ട് യു തിങ്ക്. നമ്മളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം കപ്പാസിറ്റി ഉള്ളവരാണ്. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ സാഹചര്യം കാരണം, നമ്മൾ വളർന്നു വന്ന ഫാമിലി സിറ്റുവേഷൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ പോയ സ്കൂള് കാരണം, അല്ലെങ്കിൽ നമ്മൾ പോയ കോളേജസ് കാരണം നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെ പലപ്പോഴും ലിമിറ്റ് ചെയ്യുന്നതാണ്. എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ഏത് ലെവലെത്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ലെവലിലേക്ക് എത്താനുള്ള എല്ലാ കപ്പാസിറ്റിയും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചേ പറ്റും. ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേറെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മാത്രം വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. മെഡിക്കൽ പ്രൊഫഷനിൽ, ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അവിടെ ചെറിയ വേതനത്തിനൊന്നും നിങ്ങൾ കാലാകാലം ജോബ് ചെയ്യൊന്നും വേണ്ട. ഉയർന്ന പൊസിഷൻസിലേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റും. ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന MLT-കാരുണ്ട്, 5000, 8000, 10,000 സാലറി വാങ്ങുന്ന MLT-കാരുണ്ട്. ഡിഫറൻസ് എവിടെയാ? സ്കില്ലിലും ആറ്റിറ്റ്യൂഡിലുമാണ്. കണ്ടിന്യൂസ്ലി വർക്ക് ഓൺ യുവർ സ്കിൽ, കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് യുവർ സ്കിൽ. ഡെഫിനറ്റ്ലി ദ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് യു. കാരണം നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനം, ഇന്നത്തെ നമ്മുടെ ചിന്ത, ഇന്നത്തെ നമ്മുടെ വിശ്വാസമാണ് നാളത്തെ നമ്മളെ ഉണ്ടാക്കുക. നമ്മളെ ഇന്നത്തെ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലകളിലെ നമ്മുടെ ചിന്തയും, ഇന്നലകളിലെ നമ്മുടെ വിശ്വാസവും, ഇന്നലകളിൽ നമ്മൾ എടുത്ത ആക്ഷൻസിന്റെയും റിസൾട്ടാണ് ഇന്ന് കാണുന്ന നമ്മൾ. അപ്പോൾ നാളെ കാണുന്ന നമ്മളോ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനവും, ഇന്ന് നമ്മൾ എടുക്കുന്ന ആക്ഷൻസും, ഇന്ന് നമ്മളുടെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പറ്റുമെന്നുള്ള വിശ്വാസം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുള്ള വിശ്വാസം, എനിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആവും, നമ്മുടെ ആക്ഷൻസ് പോസിറ്റീവ് ആവും. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ എ നൈസ് ടൈം.